തൃശൂർ പാലിയക്കരയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടി 4 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒഡീഷയിൽ നിന്നാണ് സംഘം കഞ്ചാവ് എത്തിച്ചത്. സൂരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, എങ്ങനെയാണ് ഈ ലോറിയിൽ കടത്തുകയായിരുന്ന ഈ കഞ്ചാവ് അത് പിടികൂടാൻ ഏത് രീതിയിലുള്ള പരിശോധന നേരത്തെ വിവരം ലഭിച്ചിട്ടാണോ? ആരെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്? പറയും. സ്മിത, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ഒഡീഷയിൽ നിന്ന് ലോറിയിൽ ഈ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ രഹസ്യവിവരം ലഭിക്കുകയും പിന്നീട് പാലിയക്കരയിൽ നടത്തിയ വാഹന പരിശോധനയിൽ സംഘം പിടിയിലാവുകയുമായിരുന്നു. തൃശൂർ സ്വദേശികളായ സിജോ, ആലുവ സ്വദേശിയായിട്ടുള്ള ആശ്വിൻ, ഹാരിസ്, പാലക്കാട് സ്വദേശിയായിട്ടുള്ള ജാബിർ എന്നിവരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വാഹന പരിശോധന നടത്തിയത്. ഈ കഞ്ചാവ് കേരളത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചിരുന്നതായിരുന്നു സംഘം എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ എവിടെയാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്, ആർക്കൊക്കെയാണ് വിൽപ്പന നടത്തിയിരുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ പ്രതികളിൽ നിന്ന് ആരായുന്നുണ്ട്. നിലവിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ മുമ്പാണ്, ഏകദേശം 5 മണിയോടുകൂടിയാണ് ഈ പാലിയക്കരയിൽ നിന്ന് കഞ്ചാവുമായി ഇപ്പോൾ 4 പേർ പിടിയിലായിരിക്കുന്നത്. 120 കിലോയിലധികം വരുന്ന കഞ്ചാവാണ് കണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സൂരജ്, 120 കിലോ എന്ന് പറഞ്ഞാൽ വലിയ അളവാണ്. അത് വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് എന്നും പറയുന്നു. ഏതൊക്കെ മേഖലകളിലേക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ പോലീസിന്? സൂരജ്, തൃശൂർ, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിൽപ്പനയ്ക്കായി എത്തിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഇവർ തന്നെ ലോറിയുമായി ഒഡീഷയിലെത്തി അവിടെ നിന്ന് ഈ കഞ്ചാവ് വാങ്ങി തിരികെ വരികയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതും ഒഡീഷയിലെ ലഭിക്കുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് ഈ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ആർക്കൊക്കെയാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു. അവരുടെ മൊബൈൽ ഫോണുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരം അന്വേഷണങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിനാണ് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. ലോറിയിൽ ഇങ്ങനെ ഇത്തരത്തിൽ കഞ്ചാവ് കടത്തുന്നു എന്ന് വിവരം ലഭിക്കുന്നു. അങ്ങനെ പാലിയക്കര ടോൾ പ്ലാസ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ 4 പേർ പിടിയിലായിരിക്കുന്നത്. 120 കിലോയിലധികം കഞ്ചാവാണ് കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ കഞ്ചാവ് എത്രയുണ്ട് എന്നെ സംബന്ധിച്ച് അതിന്റെ അളവടക്കം തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുക. ഈ സൂരജ് പറഞ്ഞത് മുന്തിയ ഇനം കഞ്ചാവാണ് പിടികൂടിയതെന്നാണ്. അപ്പൊ ഈ കഞ്ചാവിലെ ഹൈബ്രിഡ് കഞ്ചാവ് ആകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ, അതോ അല്ലാതെ തന്നെ കഞ്ചാവിൽ ഈ തേയിലയൊക്കെ പോലെ ഗ്രേഡുകൾ ഉണ്ടാകും? സാധാരണ നിലയിൽ ഹൈബ്രിഡ് കഞ്ചാവാണെങ്കിൽ അത് പ്രത്യേകമായി പോലീസ് അറിയിക്കാറുണ്ട്.